ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് ഇടതുപക്ഷത്തിന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തായിരുന്നാലും വലതുപക്ഷത്തായിരുന്നാലും എവിടെ ചെന്നാലും ജോസ് കെ മാണിയുടെ പാർട്ടി ഒരു അധികപ്പറ്റ് തന്നെ. ഏതായാലും ഷാജു തുരത്തനെ തുരത്താൻ ശ്രമങ്ങൾ നടത്തി ജോസ് കെ മാണിയുടെ പാർട്ടി കുത്തുപാളയെടുത്തിരിക്കുകയാണ്. തോമസ് വീറ്ററെ പകരം മുനിസിപ്പൽ ചെയർമാനാക്കാനുള്ള നീക്കമായിരുന്നു സജീവമായി നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ CPIM കൗൺസിലർ മാറിക്കൊടുത്ത് ഷാജു തുരുത്തനെ അവിടെ നിയമിച്ചത് തന്നെ മുന്നണിയുടെ ധാരണ പ്രകാരമുള്ള ഒരു കാര്യമായിട്ടാണ്. വലിയ തോതിലുള്ള ഒരു കോളിളക്കം നേരത്തെ തന്നെ ഉണ്ടായതാണ് ഷാജു തുരുത്തനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അങ്ങനെ പാലാ മുനിസിപ്പാലിറ്റിയിൽ തമ്മിലടിച്ച് പിരിയുകയാണ് ജോസ് കെ മാണിയുടെ കൗൺസിലേഴ്സ് മുഴുവനായി. ഇങ്ങോട്ട് നോക്കിയാലും പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്ന ജോസ് കെ മാണിയുടെ പാർട്ടി പൊളിഞ്ഞ് നാണം കെട്ട രീതിയിലേക്ക് അവസാനിക്കുമ്പോൾ അന്തിമ വിജയം വാസ്തവത്തിൽ യഥാർത്ഥ ബ്രാക്കറ്റില്ല പാർട്ടിയായ ജോസഫ് ഗ്രൂപ്പിന് തന്നെയെന്നാണ് കടുത്തുരുത്തി MLA ആയ മോൻസ് ജോസഫ് പറയുന്നത്. വളരെ വൈകാതെ തന്നെ കോട്ടയത്ത്, പാലായിൽ മാത്രമല്ല എല്ലാ മേഖലയിലും കേരള കോൺഗ്രസ് എം അപ്രത്യക്ഷമാകുമെന്നും കൃത്യമായി അതിനുള്ള നീക്കുപോക്കുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നും മോൻസ് ജോസഫ് പറയുകയാണ്. ജോസ് കെ മാണിക്ക് ആഗ്രഹം സീറ്റും അതുപോലെ തന്നെ അധികാര സ്ഥാനവുമാണ്. അതിനുവേണ്ടി ഏത് പാർട്ടിയുമായും എങ്ങനെ വേണമെങ്കിലും സഖ്യം ചേരും. ആ പാരമ്പര്യമാണ് ആ പാർട്ടിക്കും ആ പാർട്ടിയിലെ നേതാക്കൾക്കും ഉള്ളത്. KM മാണിയും ഒട്ടും മോശമല്ലായിരുന്നു. അധികാരത്തിന് വേണ്ടി നെഞ്ചുകൊടുത്ത് സഹായിച്ച MLA-മാരെ വരെ തള്ളി പറഞ്ഞുകൊണ്ട് UDF-ൽ നിന്നും വിട്ടുപോയ KM മാണി പിന്നീട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ മകനെ പച്ചപിടിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഇനി നടക്കുകയുമില്ല എന്ന് ഉറപ്പിച്ചോളൂ എന്നാണ് മോൻസ് ജോസഫും കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ പിടിച്ചെടുക്കാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും PJ ജോസഫ് ശ്രമിച്ചപ്പോൾ വലിയ രീതിയിൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ജോസ് കെ മാണി അതിനെ തടയിടാൻ ശ്രമിച്ചു. നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ ചിഹ്നവും അധികാരവും എല്ലാം കയ്യിൽ കിട്ടിയെന്ന് കരുതിയപ്പോൾ അഹങ്കരിച്ചു. ഇടതുപക്ഷത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടി. 5 സീറ്റുകളും മന്ത്രിസ്ഥാനവും ലഭിച്ചപ്പോൾ എല്ലാമായെന്നും പറഞ്ഞ് സന്തോഷിച്ചു. ജനങ്ങളുടെ മനസ്സിൽ നിന്നും എന്നേക്കുമായി ഈ പാർട്ടി കുടിയിറക്കപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥ അവസ്ഥ എന്ന് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇടുക്കിയിൽ നിന്ന് മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വരെ താൻ കുടിയൊഴിക്കപ്പെട്ടു എന്ന് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ മനസ്സിലായപ്പോഴാണ് ഇടതുപക്ഷവുമായിട്ടുള്ള സഹകരണം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന രീതിയിൽ തോന്നി തുടങ്ങിയത്. ഏതായാലും പാല എന്ന ഈറ്റില്ലത്തിൽ തന്നെ ജോസ് കെ മാണിക്ക് പാളയത്തിൽ പണി എന്ന രീതിയിൽ 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി തല പൊക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയ്ക്ക് കൃത്യമായി പത്തി നോക്കി തന്നെ അടിച്ചിരിക്കുന്നു എന്ന് വ്യക്തം. ജോസ് കെ മാണിക്ക് ഇനി CPIM-വുമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. UDF ആണെങ്കിൽ എടുക്കാനും ഉദ്ദേശമില്ല. ഇനി ആകെ വഴി BJP-യിലേക്ക് ചേരുക, അവർ തരുന്നതും വാങ്ങി മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്.